Okay, let us start the class. Actually, we were discussing about the radiation part, the radiation shape factor. We will try to do some problems today. Okay, so yesterday I shared with you some of the numericals associated with the radiation. So today first we will discuss one of the problem. So I hope the screen is visible to you. Yes, sir. So yeah, the question is like this. The radiation shape factor for a circular surface of the hollow cylinder of 10 centimeter diameter and 10 centimeter length, it is 11716. What is the shape factor of the curved surface to the cylinder with respect to itself? So, what is the shape factor of the curved surface of the cylinder with respect to itself? ഇവിടെ ഇതിന്റെ സ്കീമാറ്റിക് കൊടുത്തിട്ടുണ്ട്. ഒരു സർക്കുലർ ഒരു സർക്കുലർ കർവ്ഡ്, അതായത് ഒരു സിലിണ്ടർ ആണ്. ദാറ്റ്സ് എ സിലിണ്ടർ, ഇറ്റ് ഈസ് എ ഹോളോ സിലിണ്ടർ, ഇറ്റ് ഈസ് എമിറ്റിംഗ് റേഡിയേഷൻ. So we can identify the surfaces. Surface 1, the circular surface. Surface 2, again circular surface, the two ends of the cylinder. Then there is a third surface, it is a curved surface. The third one, it is a curved surface. We want to find the shape factor of the curved surface. That is 3 on curved surface. Shape factor of the curved surface of the cylinder with respect to itself. അതിൽ തന്നെ വീഴുന്ന റേഡിയേഷൻ എത്രയാണെന്നുള്ളത്. കാരണം അത് ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ, ഇൻസൈഡ് എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഒരു കർവ്ഡ് സർഫസ്. ഇൻസൈഡ് ഇറ്റ് വിൽ ബി ഓഫ് കോൺകേവ് ഷേപ്പ്. കോൺകേവ് ഷേപ്പ്. സോ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്നത് ആ സർഫസിൽ നിന്ന് തിരിച്ചു വീഴാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് F33. F33. So fraction of the incident radiation leaving the surface 3 and falling on 3. 3ൽ നിന്ന് ലീവ് ചെയ്യുകയും 3ലേക്ക് തന്നെ വീഴുകയും ചെയ്യുന്ന എത്ര എമൗണ്ട് ഓഫ് റേഡിയേഷൻ ഉണ്ട്, അതിനെ ബേസുള്ള ഷേപ്പ് ഫാക്ടർ ആണ് ചോദിച്ചത്. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ, ഓക്കെ, ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഓരോ സർഫസും എടുക്കാം, അതിൻ്റെ ഷേപ്പ് ഫാക്ടർ റിലേഷൻസ് ചെയ്താൽ. അപ്പോൾ ഫസ്റ്റ് സർഫസ് എടുക്കുന്നു. ഫസ്റ്റ് സർഫസിൽ ഐ ക്യാൻ റൈറ്റ് F11 പ്ലസ് F12 പ്ലസ് F13 ഈക്വൽ 1. കാരണം എൻക്ലോസ് സർഫസ് ആണ്. 1ൽ നിന്ന് 2ലേക്ക് വീഴുന്നു. 1ൽ നിന്ന് 1ലേക്ക് തന്നെ വീഴാം, 1ൽ നിന്ന് 2ലേക്ക് വീഴാം, 1ൽ നിന്ന് 3ലേക്ക് വീഴും. അതേപോലെ സെക്കൻഡ് സർഫസ് എടുക്കുകയാണെങ്കിൽ 2ൽ നിന്ന് 1ലേക്ക് വീഴാം, ദെൻ 2ൽ നിന്ന് 2ലേക്ക് വീഴാം, പ്ലസ് 2ൽ നിന്ന് 3. നമ്മൾ ജനറലൈസ് ചെയ്ത് വീഴുക. പിന്നെ അങ്ങനെയാണ് കൂടുതൽ കൺഫ്യൂഷൻസ് ഇല്ല. F221, F22, F23 ഈക്വൽ 1. Again തേർഡ് സർഫസ് എടുക്കുകയാണെങ്കിൽ F321, 3ൽ നിന്ന് 1ലേക്ക് വീഴാം, ദെൻ 3ൽ നിന്ന് 1ലേക്ക് വീഴാം, 3ൽ നിന്ന് 2ലേക്ക് വീഴാം, ദെൻ 3ൽ നിന്ന് 3ലേക്ക് തന്നെ വീഴാം. സോ F31 പ്ലസ് F32 പ്ലസ് F33 ഈക്വൽ 1. അപ്പം 3 സർഫസിനെ ബേസ് ചെയ്യാനുള്ള ഷേപ്പ് ഫാക്ടർ ഇക്വേഷൻസ് എഴുതുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് സൈഡിൽ വേണമെങ്കിൽ ഒരു ടേബിളായിട്ട് ചെയ്യാം. ദാറ്റ് ഈസ് F11 എത്ര കിട്ടുന്നതനുസരിച്ച് നമുക്ക് എഴുതാം. സോ F12, F13, F13, F21, F22,
F23, then F31, F32, F33. So ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. അൾട്ടിമേറ്റ്ലി ഫൈനലി വേണ്ടതെന്ന് വെച്ചാൽ F33 ആണ്. F33 ഈ വാല്യൂ ആണ് നമുക്ക് വരുന്നത്. F33 ഈ ഒരു വാല്യൂ ആണ് നമുക്ക് വരുന്നത്. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, നമുക്ക് 1/1 എടുക്കാം. എടുക്കാം. ഇപ്പൊ അത് ഫസ്റ്റ് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ F11 1ൽ നിന്ന് ഒരു F1 എന്ന് വെച്ചാൽ ഒരു പ്ലാനർ സർഫസ് ആണ്. സോ എഫിൽ നിന്ന് 1ൽ നിന്ന് 1ലേക്ക് വീഴുന്ന വെച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. സോ F11 ദാറ്റ്സ് ഈക്വൽ ടു 0. സോ F11 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ അതുകൊണ്ട് F11 വാല്യൂ നമുക്ക് 0 ലഭിച്ചു. പിന്നീട് വരുന്നത് F1 to 2 അത് 0 അല്ല. F1 to 3 ഇറ്റ്സ് അഗൈൻ നോട്ട് ഈക്വൽ ടു 0. സെക്കൻഡ് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ F21 ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. F2 to 2 അത് 0 ആണ്. സോ F2 to 2 is equal to 0. Then 2 to 3, F2 to 3 it is not equal to 0. Then F31 it is not equal to 0. F32 not equal to 0. F33 again not equal to 0. ഇനി നമുക്ക് എന്തെങ്കിലും സിമെട്രി ഉണ്ടോ എന്ന് നോക്കാം. സിമെട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിമെട്രിക് ആണ് എബൌട്ട് ദ വെർട്ടിക്കൽ ആക്സിസ്. സോ F31 ഈക്വൽ ടു F32. F31 ഈക്വൽ ടു F32. F32. So that's F33 0 ഇല്ലയോ? F33 എങ്ങനെയാണ് 0 ആവുക? അതൊരു കർവ്ഡ് സർഫസ് അല്ലേ? അകത്തേക്ക് നോക്കുക. സിലിണ്ടർ അകത്ത് കയറി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. സിലിണ്ടർ അകത്ത് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അതൊരു കോൺകേവ് സർഫസ് ആയിട്ടല്ലേ ഫീൽ ചെയ്യുക? നിങ്ങൾ സിലിണ്ടർ ഉള്ളിലാന്ന് വിചാരിക്കുക. You are standing inside. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ സർഫസ് എന്ന് വെച്ചാൽ ഒരു കർവ്ഡ് സർഫസ് ആണ്. ആ കർവ്ഡ് സർഫസ് തന്നെയും കോൺകേവ് സർഫസ് അല്ലേ? കറക്റ്റ് ആണോ? ക്ലിയർ ആയോ? ഒരു കർവ്ഡ് സർഫസ് ആണെങ്കിൽ, ഒരു കോൺകേവ് സർഫസ് ആണെങ്കിൽ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എല്ലാ ഡയറക്ഷനിലേക്കും പോകും. അതോടൊപ്പം തന്നെ ആ സർഫസ് തന്നെ വീണ്ടും കാരണം കർവ്ഡ് ആയതുകൊണ്ട്. അല്ല, ഒരു കോൺവെക്സ് സർഫസ് ആണെങ്കിൽ, നിങ്ങൾ സിലിണ്ടർ മുകളിൽ കയറി നിൽക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കില്ല, ഇങ്ങനെ റേഡിയേറ്റ് ചെയ്ത് പോകത്തില്ല. ഓക്കെ, വീണ്ടും തിരിച്ച സർഫസിലേക്ക് വീഴില്ല. ഓക്കെ, കോൺകേവ് സർഫസിൽ ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓരോ നോക്കാം. ദാറ്റ് ഈസ് F12, F13. നമുക്കിനി ഒരു ഷേപ്പ് ഫാക്ടർ റിലേഷൻ എടുക്കാം. ഷേപ്പ് ഫാക്ടർ റിലേഷൻ. സോ I can write A1 F12 is equal to A2 F21 എന്ന് പറയുന്ന റിലേഷൻ എടുക്കാം. നമുക്കിവിടെ റെസിപ്രോസിറ്റി തിയറം അനുസരിച്ച് A1 F12 is equal to A2 F21. ഓക്കെ, ഇവിടെ F12 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ദ റേഡിയേഷൻ ഷേപ്പ് ഫാക്ടർ ഫോർ ദി സർക്കുലർ സർഫസ് ഓഫ് ദി സെൽ സിലിണ്ടർ ഓഫ് 10 cm diameter and 10 cm length is 0.176. 0.1716 എന്ന് പറയുന്ന ഈ നമ്പർ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആർക്കെങ്കിലും പറയുമോ? റേഡിയേഷൻ ഷേപ്പ് ഫാക്ടർ ഓഫ് ദി സർക്കുലർ സർഫസ് ഓഫ് ദ തിൻ സിലിണ്ടർ of 10 cm diameter and 10 cm length is 0.1716. നോക്കുക, radiation shape factor of the circular surface
ഇവിടെ സർക്കുലർ സർഫസ് ഏതാണ്? 1 ആണ്, ഒരു സർക്കുലർ സർഫസ് ആണ്. 2 ഒരു സർക്കുലർ സർഫസ് ആണ്. സോ ഒന്നിന്റെയും F12 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.1716. അതായത് അത് നമുക്ക് ഇവിടെ തന്നെ എഴുതാം, അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ഇല്ല. ഒന്നിൽ നിന്ന് അതായത് 1 ൽ 2 പോകുന്നു, 2 ൽ 1 വരുന്നു. So it is equal to 0.1716 F1 to 2. അതേപോലെ 2 to 1 2 ൽ നിന്ന് 1 വരുന്നത് 0.1716 ആണ്. 0.1716. ഓക്കെ. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ F1 to ഏരിയ രണ്ടും സെയിം തന്നെയാണ്. സോ F1 to 2 is equal to A2 by A1 into F21. So A2 by A1 രണ്ട് ഏരിയയും സെയിം തന്നെയാണ്. സോ ഐ ക്യാൻ റൈറ്റ് F1 to 2 is equal to F2 to 1. So that is again is equal to 0.1716. Okay. Okay. അപ്പോൾ നമുക്ക് F11 കിട്ടി, F12 കിട്ടി, നമുക്ക് F13 കണ്ടുപിടിക്കാം. നമുക്ക് റിലേഷൻ F1 to 2 plus F1 to 3 is equal to 1. So F1 to 3 is equal to 1 minus F1 to 2. So this is equal to 1 minus F1 to 2 എന്ന് പറഞ്ഞാൽ 0.1716 എന്ന് നമ്മൾ നേരത്തെ, കാരണം ഈ ടേബിളായിട്ട് നമുക്ക് വളരെ എളുപ്പമുണ്ട് കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ അതുകൊണ്ട് കിട്ടുന്ന വാല്യൂസ് അപ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ അങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞാൽ, ഒരു ടേബിളായിട്ട് എഴുതിയിട്ട് കഴിഞ്ഞാൽ വളരെ കൺവീനിയൻ്റ് ആയിരിക്കും. സോ 0.1716 അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നിയർലി ഇവിടെ തന്നെ ഒരു കൺഫ്യൂഷൻ. സോ F1 to 3 that is 1 minus 0.1716, that is 0.8285. ആ വാല്യൂ ഇവിടെ തന്നെ എഴുതാം. സോ 0.8285. നമുക്ക് F1 ൽ നിന്ന് വരുന്ന എല്ലാ വാല്യൂസുമായി F11, F12, F13. F21 0.1716 ആണ്. F2 0 ആണ്. F2 to 3 എങ്ങനെ കണ്ടുപിടിക്കാം? F21 അറിയാം. F21 0.1716. So F2 to 3 is equal to 1 minus F21. So 1 minus F21 എത്രയാണ്? F21 0.1716. So the value is again 0.8285. F2 to 3 is 0.8285. ഇനി വരുന്ന values, that is F31. സോ നമ്മുടെ സിമെട്രിക് കണ്ടീഷൻ എടുക്കാം. സിമെട്രിക് കണ്ടീഷനിൽ 3 ൽ നിന്ന് 1 വരുന്നതും 3 ൽ നിന്ന് 2 വരുന്നതും സെയിം തന്നെയാണ്. സോ F31 is equal to F32. Again F32 is equal to F31. Okay. So F31. ഇത്രയും ക്ലിയർ ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടായതിൽ ആർക്കെങ്കിലും സംശയം ചോദിക്കും.
പ്രണവ് ആർ സാർ എന്തെങ്കിലും സംശയം ഉണ്ടോ? പ്രൊസീഡ് ചെയ്യാമോ? അനന്ത സാർ പ്രൊസീഡ് ചെയ്യാം, മനസ്സിലാക്കി. ഓക്കെ, ഇത് നെക്സ്റ്റ് F31 F3. വീണ്ടും നമുക്ക് ഇവിടെ ഒരു റെസിപ്രോസിറ്റി തിയറം അപ്ലൈ ചെയ്യാം. ത്രീ ടു ആയിട്ട് കണക്ട് ചെയ്തുള്ള റെസിപ്രോസിറ്റി തിയറം ആണ് എടുക്കുക. സോ A1 F31 is equal to A3 F12. A1 F31 is equal to A3 F12. So F31 is equal to A3 by A2 into F12. ഇവിടെ A3 എങ്ങനെ കണ്ടുപിടിക്കാം? A3 is equal to A3 by A1 അല്ലേ? sorry A3 by A1. Okay. So A3 എങ്ങനെയാണ്? One second. I'm sorry. So we are trying to find out F31. F F31 is equal to A3 sorry, ഇവിടെ ഇക്വേഷനിൽ വിചാരിച്ചിരുന്നു. സോ നമ്മൾ എടുക്കുന്ന റിലേഷൻസ് 1-3. So A1 F13 is equal to A3 F31. ഇതാണ് റെസിപ്രോസിറ്റി തിയറം. സോ നമ്മൾ കണ്ടുപിടിക്കുന്നത് F31 കണ്ടുപിടിക്കുക. F31 is equal to A1 by A3 into F13. A1 എന്ന് പറഞ്ഞാൽ A1 സർക്കുലർ സർഫസ് ആണ്. ദാറ്റ്സ് ഇക്വൽ ടു 5r² ഡിവൈഡ് ബൈ A3. A3 എന്ന് വെച്ചാൽ ഒരു സിലിണ്ടറിക്കൽ സർഫസ് ഇൻസൈഡ് ഏരിയ ആണ്. സോ ദാറ്റ്സ് ഇക്വൽ ടു 2πr into L. 2πr to L. സോ 5 ക്യാൻസൽ ചെയ്യാം, ഒരു r ക്യാൻസൽ ചെയ്യാം. 12 that is r by 12 എന്ന് പറയും. r by 12. r by 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ റേഡിയസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. റേഡിയസ് സർക്കുലർ സർഫസ് ഓഫ് ഹോളോ സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 10 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. അത് റേഡിയസ് കണ്ടുപിടിക്കാം. ലെങ്ത് 10 സെന്റിമീറ്റർ ലെങ്ത് തന്നിട്ടുണ്ട്. സോ ഈ രണ്ട് പാരാമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കും F31 കണ്ടുപിടിക്കും. F31. സോ ഇവിടെ അവർ F31
Okay, same way coming F31 is equal to F13, F13 into A1 by U3. So that's in pi r square divided by 2 pi r. So that is r by 2l into F1. Okay, ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് r അതിൽ 10 സെന്റിമീറ്റർ അതിന്റെ റേഡിയസ് ആണ് 5, then 2 into l എന്ന് വെച്ചാൽ 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. So I'll get 0.2071 in the row. So F31 is equal to 0.207. This is 0.2071. Again, this again is equal to 0.207. Okay. ഇത് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് F31 അറിയാം. So here expression F31 അറിയാം, F32 അറിയാം, F33 കണ്ടുപിടിക്കാം. So F33 is equal to 1 minus F31 minus F3. So 1 minus 0.2071 0.2071. ഇവിടെ 2071 F31 is equal to 0.2071 minus F32. 32 അത് തന്നെയാണ്. 32 is equal to again 0.2071. So this is equal to upon the calculation we will get as 0.5858. ഇവിടെ അവിടെ 1 minus 2 into എഴുതിയിരിക്കുന്ന വെച്ചാൽ കാരണം ഇത് ബ്രാക്കറ്റ് മാറ്റിക്കഴിഞ്ഞു 1 minus 0.2071 into 1 plus 1 എന്ന് കിട്ടും. So 1 plus 1 ആണ് 2 millimeter. 2 millimeter. So 0.2071 into 2, and that value just is subtracted from 1. So we'll get the shape factor F33 as 0.585. ഇത് ക്ലിയർ ആണ്? ഇതിൽ സംശയം ഉണ്ടോ? അപ്പം ഈ ഒരു പ്രോബ്ലത്തിൽ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻസ് എഴുതുക. ഇക്വേഷൻസ് അതോടൊപ്പം തന്നെ സൈഡിൽ കിട്ടുന്ന വാല്യൂസ് അപ്പോൾ തന്നെ കോപ്പി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു ലുക്കപ്പ് ടേബിളായിട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആണ്? ഹലോ ഹലോ Yes, sir. So we'll go on to the next one. Screen is visible to Alvin ഉണ്ടോ? ആൽബിൻ ജോൺ.
യെസ് സാർ. നേരത്തെ ഡിസ്കസ് ചെയ്തോളം ക്ലിയർ ആണല്ലോ? നിങ്ങൾ സംശയം ഉണ്ടോ? ഇല്ല സാർ, ക്ലിയർ ആണ്. So we move on to the next one, that is related with the equation that you have derived in the previous class. There is a radiation exchange between the two bodies. There is Q12 is equal to EB1 minus EB2 divided by the summation of the resistances, that is surface resistance, space resistance, again surface resistance. The രണ്ട് ബോഡീസിലുള്ള ഹീറ്റ് ഇൻട്രാക്ഷൻ Q കണ്ടുപിടിക്കാനുള്ള രണ്ട് റേഡിയേറ്റിംഗ് സർഫസ് തമ്മിലുള്ള ഹീറ്റ് ഇൻട്രാക്ഷൻ കണ്ടുപിടിക്കൽ എക്സ്പ്രഷൻ ആണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഡിറൈവ് ചെയ്തത്. അപ്പം അതിൽ ഷേപ്പ് ഫാക്ടർ ഇവിടെ വരുന്നുണ്ട്, F12 ഷേപ്പ് ഫാക്ടർ ആണ്. ആ ഷേപ്പ് ഫാക്ടർ ഇതിൽ സ്പേസ് റെസിസ്റ്റൻസിലാണ് അത് വരിക. സോ ഇവിടെ ഒരു സ്പേസ് റെസിസ്റ്റൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ സർഫസ് റെസിസ്റ്റൻസ്, ഒരു സർഫസ് റെസിസ്റ്റൻസ് റേഡിയേറ്റിംഗ് ബോഡിക്ക് ഉണ്ടാവും. അതാണ് one surface. First this is if I take the first surface, this is one. Second surface എടുക്കാണ്, this will be the surface resistance of the second body. Okay, 1 second. ഒന്ന് ഹോൾഡ് ചെയ്യൂ, ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ. Okay, come back. So net radiation exchange between the two bodies and expression ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത എക്സ്പ്രഷൻ്റെ ഒരു പ്രോബ്ലത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇതിൽ ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ സർഫസ് റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു പാർട്ട് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇക്വൽ സ്പേസ് റെസിസ്റ്റൻസ്, ദിസ് അഗെയിൻ ദ സർഫസ് റെസിസ്റ്റൻസ് ഓഫ് ദി സെക്കൻഡ് ബോഡി. ഓക്കെ, ഇനി EB1 EB2 ആണെന്ന് വെച്ചാൽ it is sigma T1 raised to 4 minus sigma T2 raised to 4. EB1 it is nothing but sigma T1 raised to 4. EB2 is nothing but sigma T2 raised to 4. അത് രണ്ട് ബോഡിയുടെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് ഈ ഇക്വേഷൻ. ഓർത്തിരിക്കുക, അത് മനസ്സിലാക്കുക. ഈ ഇക്വേഷൻ ഡാറ്റ ബുക്കിൽ എന്തിനാൽ തന്നെയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന വളരെ ഉപകാരമായിരിക്കും. കാരണം റേഡിയേഷൻ റിലേറ്റഡുള്ള ഏത് പ്രോബ്ലം ഈ ഇക്വേഷനെ വെച്ച് സോൾവ് ചെയ്യും. Okay, ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നു, two black square plates TLATES of size 1 meter by 1 meter are placed parallel to each other at a distance of 0.4 meter. One plate it is maintained at 900 degrees centigrade and other at 400 degrees centigrade. So one plate, so let us take it as this one. It is maintained at 900 degrees centigrade and other plate at 400 degrees centigrade. Find the net heat exchange of energy due to radiation between the two surfaces. Q12 അതായത് 1 ൽ നിന്ന് 2 ലേക്കുള്ള റേഡിയന്റ് ഹീറ്റ് എക്സ്ചേഞ്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിന്റെ ബേസ് എക്സ്പ്രഷൻ വെച്ചാൽ ഇതാണ്. റിയൽ ബോഡി ആയിക്കോട്ടെ, ഗ്രീൻ ബോഡി ആയിക്കോട്ടെ, ഏത് ബോഡിക്കും ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും.
ഇപ്പം ബ്ലാക്ക് ബോഡി ആയതുകൊണ്ട് ബ്ലാക്ക് ബോഡിയുടെ എമിസിവിറ്റി 1 ആണ്. ആ എമിസിവിറ്റി 1 എന്നൊരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യും. ഗ്രേ ബോഡി ആണെങ്കിൽ എമിസിവിറ്റി ഒരു വാല്യൂ ഉണ്ടാവും. സോ എമിസിവിറ്റി വാല്യൂ എപ്സിലോൺ ഈക്വൽ ടു 1 ഫോർ എ ബ്ലാക്ക് ബോഡി. എപ്സിലോൺ വാല്യൂ ലെസ് ദാൻ 1 ഫോർ എ ഗ്രേ ബോഡി. ഗ്രേ ബോഡിക്ക് അതിനെക്കാട്ടും താഴെ വരും. സോ ഇവിടെ ബ്ലാക്ക് ബോഡി ആയതുകൊണ്ട് എപ്സിലോൺ 1 ഇത് 1 ആയിരിക്കും, എപ്സിലോൺ 2 അത് 1 ആയിരിക്കും. സോ ഈ രണ്ട് ടേമും 1 - 1 0 ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനിലേക്ക് അത് പോകും. അപ്പം ഇത് രണ്ടും 0 ആവുന്ന സ്ഥിതിക്ക് നമ്മുടെ എക്സ്പ്രഷൻ Q1 to 2 is equal to sigma T1 raised to 4 minus T2 raised to 4. ഇത് EB1 minus EB2 ആണ്, divided by 1 by A1 F12. സോ ഇത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ this is equal to sigma A1 F12 into T1 raised to 4 minus T2 raised to 4. Okay, sigma A. ഇപ്പോൾ F12 ഷേപ്പ് ഫാക്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ അത് 0 ആയിട്ട് മാറും. സോ നമ്മുടെ സ്റ്റെഫാൻ ബോൾട്ട്സ്മാൻ ലോ, ദാറ്റ് ഈസ് സിഗ്മ എ ഇൻറ്റു T1 റൈസ് ടു 4 മൈനസ് T2 റൈസ് ടു 4 എന്ന എക്സ്പ്രഷനിലേക്ക് മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ജനറൽ എക്സ്പ്രഷൻ ആണ്, അത് ഓർത്തിരിക്കുക. അത് ഏത് കേസ് എന്ന് വെച്ചാൽ അതിലേക്ക് ഇത് റിഡ്യൂസ് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസിയസ്റ്റ് വേ. ഓക്കെ, അപ്പം ഇതാണ് ബേസ് എക്സ്പ്രഷൻ. ഓക്കെ, ഇതിൽ നമുക്ക് എമിസിവിറ്റി വാല്യൂസ് ബ്ലാക്ക് ബോഡി ആയതുകൊണ്ട് 1 ആണ്. സോ ഫൈനലി വിൽ ഗെറ്റ് Q12 is equal to sigma T1 raised to 4 minus T2 raised to 4 into A1 F12 എന്നറിയും. ഇനി ഇതിൽ സിഗ്മയുടെ വാല്യൂ അറിയാം. സിഗ്മ ഇറ്റ് ഈസ് 5.67 into 10⁻⁸. അത് ഓർത്തിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഡാറ്റ ബുക്കിലും ആ വാല്യൂ അവൈലബിൾ ആണ്. 5.67 into 10⁻⁸. പിന്നീട് T1 and T2 ക്വസ്റ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ട് T1 ഈസ് ഈക്വൽ ടു 900 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്, കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ 400 ഡിഗ്രി ആണ് T2, അത് കെൽവിനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, കൺവേർട്ട് ചെയ്തതിനു ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി A1 നോക്കാം. ഡ്യൂ ടു റേഡിയേഷൻ, സോ വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഫോർ പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയക്ക് ഏരിയ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. സോ വി ക്യാൻ ഫൈൻഡ് ഫോർ യൂണിറ്റ് ഏരിയ. ഇവിടെ ഏരിയ തന്നിട്ട് 1 മീറ്റർ ബൈ 1 മീറ്റർ തന്നിട്ട്. സോ ദിസ് 1 മീറ്റർ സ്ക്വയർ. ഓക്കെ, യൂണിറ്റ് ഏരിയ. ഓക്കെ, ഇനി F12 എങ്ങനെ കണ്ടുപിടിക്കാം? F12 കണ്ടുപിടിക്കാനായിട്ട് there will be a chart. ഡാറ്റ ബുക്കിൽ ഒരു ചാർട്ട് ഉണ്ട്. അതിൽ എക്സ് വാല്യൂ കണ്ടുപിടിക്കണം. ആ എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ എക്സ് ആക്സിലാണ്. ദെൻ യു ആർ സെലക്ട് ഓൺ കർവ്. ആ കർവ് ചൂസ് ചെയ്യണം. ആ കർവ് എന്ന് വെച്ചാൽ ഏത് ജോമെട്രി എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. വെദർ ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ പ്ലേറ്റ് ഓർ എ സർക്കുലർ പ്ലേറ്റ് ഓർ ഏത് ഷേപ്പ്. ആ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കർവ് ഉണ്ട്. ആ കർവ് ചൂസ് ചെയ്യുക, എക്സ് വാല്യൂ കണ്ടുപിടിക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള F12 കണ്ടുപിടിക്കുക. ഓക്കെ, ആ ചാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. സോ ഡാറ്റ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് നോക്കുക. അല്ലെങ്കിൽ സോ റേഡിയേഷൻ
pattern, shape factor, offset, shape factor, non-intersecting perpendicular, shape factor for different geometry, this mentioned. So we can move on to this. Yeah, this is a ഇതാണ് ഒരു curve. അപ്പം ഇതിൽ സൈഡ് വൈസ് നോക്കിയാൽ അറിയാം 1, 2, 3, 4 direct radiation between the planes. Okay, 6, 7, 8 planes connected by non-conducting but re-radiating walls. Again, 1, 5 for disc, 2, 6 for the square plates, 3, 7, 2:1 rectangles, 4, 8 long narrow rectangles. ഇവിടെ നമ്മുടെ ഫിഗറിൽ രണ്ടും സ്ക്വയർ ആണ്. ഓക്കെ, സ്ക്വയർ. അതോടൊപ്പം തന്നെ ദിസ് ഡയറക്റ്റ് റേഡിയേഷൻ ബിറ്റ്വീൻ ദ പ്ലെയിൻസ് ആണ്. അപ്പം സെക്കൻഡ് കർവാണ് ചൂസ് ചെയ്യുന്നത്. സെക്കൻഡ് കർവിൽ ഇവിടെ റേഷ്യോ പറയുന്നുണ്ട്. റേഷ്യോ എന്ന് വെച്ചാൽ സ്മോളർ സൈഡ് ഓർ ഡയമീറ്റർ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. നമ്മുടെ കേസ് എന്ന് വെച്ചാൽ സ്മോളർ സൈഡ് വെച്ചാൽ 1 മീറ്റർ ആണ്, സ്ക്വയർ ആണ് 1 മീറ്റർ. ഡിസ്റ്റൻസ് വെച്ചാൽ 4 ആണ്. 1/4 ഈസ് ഈക്വൽ ടു 0.25. 1/4 അല്ലേ? നോക്കട്ടെ. 0.4 ആണോ? 1/0.4 ആണോ? അത് മുമ്പേ കാണിച്ചതിനകത്ത്. ഓ സോറി, 1/1 സെന്റിമീറ്റർ ആണെന്നല്ലേ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2.5 ആണ് വരിക. 2.5ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. 2നും 3നും അടുത്ത്, ദാറ്റ് ഈസ് റേഷ്യോ. അതിനുശേഷം 2 എന്ന് പറഞ്ഞ കർവ്, ഇതാണ് 2 എന്ന് പറഞ്ഞ കർവ്. 2 എന്ന കർവിൽ 2 ഇങ്ങോട്ടേക്ക് ഒരു വെർട്ടിക്കൽ വരയ്ക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y ഇന്റർസെപ്റ്റ്. Y ഇന്റർസെപ്റ്റ് ഇസ് നിയർലി 0.45 or 4.8 something. 4.5നും 0.5 അടക്കണം. സോ ഇൻ ബിറ്റ്വീൻ ഒരു വാല്യൂ ആണ് അവിടെ. ദാറ്റ് ഈസ് ദ ഷേപ്പ്. ദ ഷേപ്പ് ഫാക്ടർ വാല്യൂ ചാർട്ടിൽ നിന്ന് എടുക്കുക. Let me see what is the value. Nearly F12 0.42 എന്ന് പറയുന്ന വാല്യൂയാണ് അവർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ സ്മോളർ സൈഡ് by distance between the plates 0.4. So the shape factor, the curve 2, since this is a square plate, the x-axis value it is 2.5, the curve is 2, so corresponding y-axis value is 0.4. Okay, 0.42 കിട്ടി. 0.42 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വാല്യൂസ് നമുക്കറിയാം. സോ Q12 is equal to 40 kilowatt. ഇവിടെ നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചിട്ടുള്ളത് 95.7 into 10⁻³ F12 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് നേരത്തെ. അതിൽ F12ന്റെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 95.7 into 10⁻³ into 0.45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ചെറിയൊരു വേരിയേഷൻ പെർമിസിബിൾ ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? സംശയം ഉണ്ടോ? ഹലോ അപ്പം ഈ ഒരു പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാം. ജസ്റ്റ് നോക്കുക. ഇത് സിമിലർ ആയിട്ട് പ്രോബ്ലംസ് ആണ് താഴേക്ക് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ടൈം ഇപ്പോൾ 9:50 ആയി. സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ്, കാരണം നിങ്ങൾക്ക് ആദ്യം ബുദ്ധിമുട്ട് വരും. ഓക്കെ, അതുകൊണ്ട് എന്താ വൈൻഡപ്പ് ചെയ്യാം. സോ ആഫ്റ്റർനൂൺ ക്ലാസ്സിൽ റിമൈനിങ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ
എല്ലാ ബാച്ചുകാരും പ്രോജക്റ്റിന്റെ അവർ ആയതുകൊണ്ട് നിങ്ങളുടെ പ്രോജക്റ്റിന്റെ സ്റ്റാറ്റസ് കൂടെ ഒന്ന് പറയണം. കാരണം പ്രോജക്റ്റ് ഈ ഒരു ടൈമിൽ പ്രോജക്റ്റ് ചിലപ്പോൾ ബുദ്ധിമുട്ട് എന്നാൽ തന്നെയും വേറെ ഏതെങ്കിലും മീൻസിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഒരു സിമുലേഷൻ മോഡിലോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കഷൻ നമുക്ക് ആഫ്റ്റർനൂൺ സെഷൻ ഉണ്ടാവും. സോ 1 hour തിയറി എടുക്കും, അതിനുശേഷം പ്രോജക്റ്റിന് ഡിസ്കഷൻ ആയിരിക്കും. ഓക്കെ, സോ അതൊക്കെ എല്ലാവരും ജോയിൻ ചെയ്യുക. എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും ഉണ്ടാകും. ഓക്കെ, സോ അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞോളൂ. നമ്പർ 1 Sir, 1%. 2 2%. 3 3 4 5 5%. 6 6%. 7 7%. 8%. 9 absent. Sir, 9%, sir. My question is on. Okay, 10 11 Sir, 11%. 10%. കേട്ടില്ല. 10 absent ഇല്ലേ? 10%. Okay, 11 11%, sir. 12 12%, sir. 13 13%, sir. 14 14%, sir. 15 14%. 16 Percent, sir. 17 17. 18 Present, sir. 19 Second, sir. 20%, sir. 21 21%, sir. 22 Present, sir. 23 absent. 24 25 Present, sir. 26 Present, sir. 27 absent. 28 absent. 29 Present, sir. 30 Present, sir. 31 31. 32 32%, sir. 33 Present, sir. 34 absent. 35 35. 36 Percent, sir. 37 Percent, sir. 38 absent. 39 Present, sir. 40 Present, sir. 41 Present, sir. 42 Present, sir. 43 Present, sir. 44 45